Hi friends, Black Rifahiയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് ട്രാവലിംഗ് വീഡിയോ അല്ല, പകരം ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഞാൻ ഇന്നൊരു പുതിയ ക്യാമറ വാങ്ങിച്ചു. വ്ളോഗിനും മറ്റും ഏറ്റവും അത്യാവശ്യമായ ഗോപ്രോയുടെ ഏറ്റവും പുതിയ സീരീസ് ആയ ഗോപ്രോ ഹീറോ 9. ഇതാണ് ഞാൻ ഇന്നിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇത് വാറണ്ടി പേപ്പറാണ്, 1 year വാറണ്ടി ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് ഇവിടെ ഒരു അടിപൊളി ബോക്സാണ്. തുറന്ന് നോക്കാം. ചാർജിങ് കേബിൾ ഉണ്ട്, ഗോപ്രോയുടെ ചാർജിങ് കേബിൾ. പിന്നെ ഒരു ഗോപ്രോയുടെ ഗമ്മ് വരുന്ന ഒരു അഡാപ്റ്ററാണ്. പിന്നെയുള്ളത് ബാറ്ററി ഗോപ്രോ ഹീറോ 8-നേക്കാളും പവർ കൂടുതലാണ്, 30% കൂടുതലാണ് ഇതിൽ അവർ പറയുന്നത്. അതിനേക്കാളും കുറച്ച് വണ്ണം കൂടിയ ബാറ്ററിയാണ് ഗോപ്രോ ഹീറോ 9 ഉള്ളത്. പിന്നെയുള്ളത് ഇതിൻ്റെ ക്ലിപ്പും മൗണ്ടും അതിൻ്റെ ക്ലിപ്പൊക്കെയാണ്. ഇതിങ്ങനെ കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ ഇതിലിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കലാണ്. ഇതാണ് നമ്മുടെ ഗോപ്രോ ഹീറോ 9 ക്യാമറ. അടിപൊളിയായിട്ടുണ്ട് അല്ലേ? ഇതിൻ്റെ കവറൊന്ന് ഊരിയെടുക്കാം. ഗോപ്രോ 8-നേക്കാളും കുറച്ച് വ്യത്യാസമുണ്ട് ഇതിന് കുറച്ച് വലിപ്പം കൂടുതലാണ്. ഗോപ്രോ 8 കുറച്ച് ഇതിനും ചെറുതാണ്. സ്റ്റിക്കറൊക്കെ കുറച്ച് കളയാം. അതുപോലെ ഇതിൻ്റെ ലെൻസ് റിമൂവബിൾ ആണ്. ഗോപ്രോ ഹീറോ 8-ൻ്റെ പോരായ്മ എന്ന് പറഞ്ഞാൽ ലെൻസ് അറ്റാച്ച്ഡ് ആണ്, റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇത് ഡിറ്റാച്ചബിൾ ലെൻസാണ്. അതുപോലെ ഇതിന് ഫ്രണ്ട് ഡിസ്പ്ലേയും കൂടിയുണ്ട്. ഗോപ്രോ 8-ലും ഫ്രണ്ട് സ്ക്രീൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് ജസ്റ്റ് വെറും ഒരു വാല്യൂസ് കാണിക്കാൻ വേണ്ടിയുള്ളത് മാത്രമായിരുന്നു. ഇവിടെയാണ് ബാറ്ററി ഇടേണ്ട സ്ഥലം. ഇതിലാണ് ബാറ്ററി ഇടേണ്ടത്. അവിടെ തന്നെയാണ് SD കാർഡും പിന്നെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ലോട്ടും എല്ലാം. ഇത് തുറന്നാൽ കാണാം. ഇത് തുറന്ന് വെച്ചിട്ടാണ് ചാർജ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്, കാരണം അതിൻ്റെ സ്ലോട്ട് ഇതിൻ്റെ അകത്താണ്. ഇനി ഇത് നമുക്കൊന്ന് ഓണാക്കിയിട്ട് നോക്കാം. ഓണായി. ഡിസ്പ്ലേയിൽ ഇപ്പോൾ കാണാം, വീഡിയോ കാണാം. ഓണായി വരുന്നതേ ഉള്ളൂ. 9-ൻ്റെ അകത്ത് എന്നെ കാണാം, ഓണായി വരുന്നുണ്ട്. ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. ലാംഗ്വേജ് ഇംഗ്ലീഷ്. ഓക്കെ. കോപ്പറേറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ അഗ്രി. ഓക്കെ. GPS ഞങ്ങൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എവിടെയില്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടില്ല GPS ആണ്. ഓക്കെ. അതിൽ പറയുന്നത് ഇപ്പോൾ മൊബൈൽ ആപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിൽ മൊബൈൽ ആപ്പ് ചെയ്തിട്ട് നമ്മൾ മൊബൈലായിട്ട് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. അവിടെ കിട്ടും. ഇതിൻ്റെ അകത്ത് ഇല്ല, വേറൊന്നുമില്ല കാര്യമായിട്ട്. പിന്നെ ഇവിടെ കുറച്ച് ബ്രോഷേഴ്സ് ഉണ്ട്. സബ്സ്ക്രൈബ് ടു ഗോപ്രോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. പിന്നെ മൊബൈൽ ആപ്പ് ആൻഡ്രോയിഡിലും ഐഫോണിലും രണ്ടിൽ ഉണ്ട്. ഇത്രയേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ എനിക്കിത് ഉപയോഗിക്കാൻ പറ്റും. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടെല്ലാം നോക്കാം അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ക്യാമറയുടെ മെഗാ പിക്സൽ എന്ന് പറയുന്നത് 20 മെഗാ പിക്സലുള്ള ക്യാമറ. ഇത് അപ് ടു 5K 30 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും.
ഗോപ്രോ ഹീറോ 8 ആണെങ്കിൽ 4K ആയിരുന്നു മാക്സിമം മെഗാ പിക്സൽ. അതുപോലെ വോയിസ് കൺട്രോളും ഇതിലധികമുണ്ട്. എന്തായാലും അടിപൊളി ക്യാമറ തന്നെയാണ്. ഇനി നമുക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇനി എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾ കാണുന്നത് ഗോപ്രോയിലൂടെ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഓഫ് ചെയ്ത് വെക്കാം, കാരണം ചാർജൊക്കെ കുറവാണ്. ചാർജൊക്കെ നിറച്ച് മൊബൈൽ ആപ്പൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ സെറ്റപ്പും മറ്റു കാര്യങ്ങളും നോക്കാം. ചാർജ് ചെയ്യാൻ ഇത് ഓപ്പൺ ആക്കണം. ഇവിടെയാണ് ചാർജിങ്ങിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർട്ടുള്ളത്. അവിടെയാണ് SD കാർഡും ഇടാനുള്ള സ്ലോട്ട് അവിടെയാണുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.